IPL-ന്റെ 18ാം സീസണിലെ പോരാട്ടങ്ങൾക്ക് അപ്രതീക്ഷിതമായ ബ്രേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി മാറിയ സാഹചര്യത്തിലാണ് ടൂർണമെന്റ് ഒരാഴ്ചത്തേക്കു നിർത്തിവെക്കുകയാണെന്ന് BCCI പ്രഖ്യാപനം വന്നത്. 10 ടീമുകളിൽ ആരും തന്നെ ഔദ്യോഗികമായ ഇനിയും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. എന്നാൽ 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്, പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ്, നിലവിലെ റണ്ണറപ്പും മുൻ ജേതാക്കളുമായ സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. അടുത്ത സീസണിൽ പല ടീമുകളിലും പല അഴിച്ചുപണികളും നമുക്ക് കാണാനായേക്കും. ചില ടീമുകൾ പുതിയ ക്യാപ്റ്റനെയും അടുത്ത വർഷം നിയമിക്കാൻ സാധ്യതയേറെയാണ്. 2026-ലെ IPL-ന് മുൻപ് നായകസ്ഥാനത്തു നിന്നും സീറ്റ് തെറിക്കാനിടയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റിലെ ഒന്നാമത്തെയാൾ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഋഷഭ് പന്താണ്. വലിയ പ്രതീക്ഷകളുമായാണ് ഋഷഭിനെ ഈ സീസണിൽ LSG ടീം തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചത്. ഇതിനുവേണ്ടി കഴിഞ്ഞ മെഗാലേലത്തിൽ 27 കോടിയെന്ന എക്കാലത്തെയും വലിയ തുക അവർക്ക് മുടക്കേണ്ടതായും വന്നു. ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും ഋഷഭ് ഒരുപോലെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നായിരുന്നു ലക്നൗ ടീമിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ രണ്ടിലും അദ്ദേഹം ഒരുപോലെ പരാജയമായി മാറി. ബാറ്റിങ്ങിൽ വൻ ദുരന്തമായ ഋഷഭ് ക്യാപ്റ്റൻസിയിൽ പല പിഴവുകളും വരുത്തുകയും ചെയ്തു. 10 ഇന്നിങ്സുകളിൽ നിന്നും 12.80 എന്ന മോശം ശരാശരിയിൽ വെറും 128 റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. ഒരു 50 നേടിയ ഋഷഭിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 100-ൽ താഴെയുമാണ്. LSG ടീമിൻ്റെ പ്രകടനത്തിലേക്ക് വന്നാൽ അവർ ഇപ്പോൾ 7ാമതാണ്. 11 മത്സരങ്ങളിൽ നിന്നും 5 എണ്ണം മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. ശേഷിച്ച 3 മത്സരങ്ങളിൽ 1-ൽ തോറ്റാൽ LSG പുറത്താവുകയും ചെയ്യും. 2022-ൽ ഫ്രാഞ്ചൈസി നിലവിൽ വന്ന ശേഷം ഇത്രയും മോശം പ്രകടനം അവർ ഇതുവരെ നടത്തിയിട്ടില്ല. തുടരെ 2 സീസണുകൾ പ്ലേ ഓഫ് കളിച്ച ലക്നൗ ടീമിനു കഴിഞ്ഞ സീസൺ നേരിയ വ്യത്യാസത്തിലാണ് യോഗ്യത കിട്ടാതെ പോയത്. ഋഷഭിൻ്റെ ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും LSG ടീമുടമ സഞ്ജീവ് ഗോയങ്കയ്ക്ക് കടുത്ത നിരാശയും രോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു സീസൺ കൂടി അദ്ദേഹത്തിന് നായകസ്ഥാനം നൽകി പരീക്ഷണം നടത്താൻ ഗോയങ്ക തയ്യാറാവില്ല. ഋഷഭിനെ ഒഴിവാക്കി 27 കോടി രൂപ ലഭിക്കുന്നതിനോടൊപ്പം ഈ തുക അടുത്ത ലേലത്തിൽ കൂടുതൽ ബുദ്ധിപരമായി ചെലവാക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഈ ലിസ്റ്റിലെ 2ാമത്തെ താരം രാജസ്ഥാൻ റോയൽസിൻ്റെ മലയാളി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ്. മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള ഭിന്നതയാണ് അദ്ദേഹത്തിൻ്റെ നായകസ്ഥാനത്ത് നിന്നും മാറ്റിയേക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ സീസണിലാണ് റോയൽസ് കോച്ചായി ദ്രാവിഡ് ചുമതലയേറ്റത്. പക്ഷേ സഞ്ജുവുമായി മികച്ച ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനാവുന്നില്ല. കോച്ചും ക്യാപ്റ്റനും 2 ധ്രുവങ്ങളിലായതോടെ ഇത് ടീമിനെ സാരമായി ബാധിച്ചു. പ്ലേ ഓഫ് പോലും എത്താതെ പുറത്തായ റോയൽസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങളിൽ വെറും 3 എണ്ണത്തിൽ മാത്രമേ അവർക്ക് വിജയിക്കാനായിട്ടുള്ളൂ. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർക്കും സംശയമില്ല. പരിക്കേറ്റ് 5 മത്സരങ്ങൾ നഷ്ടമായെങ്കിലും ബാക്കിയുള്ളവയിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു. ദ്രാവിഡുമായുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് ഭീഷണിയാവുന്ന ഏക കാര്യം. ഈ ലിസ്റ്റിലെ 3ാമത്തെ താരം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇതിഹാസവും വെറ്ററൻ വിക്കറ്റ് കീപ്പറുമായ MS ധോണിയാണ്. സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് ഈ സീസണിൻ്റെ പകുതിയോടെ പരിക്കേറ്റ് ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറേണ്ടതായി വന്നിരുന്നു. തുടർന്ന് ധോണി താൽക്കാലികമായി ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ അടുത്ത വർഷത്തെ IPL-ൽ ഋതുരാജ് തന്നെ വീണ്ടും നായകസ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ധോണിക്ക് മാറിക്കൊടുക്കേണ്ടതായും വരും. ഈ സീസണിൽ വളരെ പരിതാപകരമായ പ്രകടനമാണ് CSK ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ അവസാന സ്ഥാനക്കാരാണ് അവർ. ചരിത്രത്തിൽ ആദ്യമായി ടൂർണമെൻറ്റിൽ ഏറ്റവും പിറകിൽ ഫിനിഷ് ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ചെന്നൈ ടീം. ഈ ലിസ്റ്റിലെ 4ാമത്തെയും അവസാനത്തെയുമായ താരം നിലവിലെ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ടീം ക്യാപ്റ്റനും ഇന്ത്യൻ വെറ്ററൻ ബാറ്ററുമായ അജിൻക്യ രഹാനെയാണ്. ശ്രേയസ് അയ്യരുടെ പകരക്കാരനായി ഈ സീസണിൽ നായകസ്ഥാനത്തേക്ക് വന്ന അദ്ദേഹത്തിന് ഈ റോളിൽ പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല. KKR ടീം ഇത്തവണ പ്ലേ ഓഫിലെത്തുമെന്ന കാര്യവും സംശയമാണ്. നിലവിൽ 11 പോയിന്റുമായി 6ാം സ്ഥാനത്താണ് അവർ ഉള്ളത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ രഹാനെയുടെ ചില തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ചില താരങ്ങളെ അദ്ദേഹം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെന്നാണ് പ്രധാന പ്രശ്നം. ഇതിന് പ്രധാന ഉദാഹരണമാണ് സീം ബോളിംഗ് ഓൾറൗണ്ടർ ആന്ദ്രെ റസൽ. ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിംഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് റസൽ. അവസാനത്തെ 2 കളിയിൽ അദ്ദേഹത്തെ ബാറ്റിംഗ് ഓർഡറിൽ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ രഹാനെ തയ്യാറായിരുന്നു. ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്തു. രാജസ്ഥാൻ റോയൽസിനെതിരെ തകർപ്പൻ 50യോടെയാണ് റസൽ ടീമിൻ്റെ ഹീറോ ആയത്. പക്ഷേ ബോളിംഗിൽ ഇപ്പോഴും അദ്ദേഹത്തെ വേണ്ടത്ര വിശ്വാസം നൽകാൻ രഹാനെ തയ്യാറായിട്ടില്ല.